നമസ്കാരം. ഇഗ്നിയസ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2021 വർഷത്തിൽ MCQ പരീക്ഷയ്ക്ക് BEd MCQ പരീക്ഷയ്ക്ക് നടന്നിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ്. 2021 BEd MCQ ഓൺലൈൻ എക്സാമിലെ ഏറ്റവും അവസാനത്തെ പാർട്ട് 7ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതാണ് 2021 നടന്നിട്ടുള്ള ചോദ്യങ്ങളിലെ ഏറ്റവും അവസാനത്തെ സെഷൻ. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ BEdന്റെ ഓൺലൈൻ എക്സാമിന് വേണ്ടി കോച്ചിങ് നൽകുന്ന ഇൻറ്റൻസീവായിട്ടുള്ള സിസ്റ്റമാറ്റിക് കോച്ചിങ് നൽകുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണ് ഇഗ്നിയസ് അക്കാഡമി. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇഗ്നിയസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾക്കായിട്ട് വളരെ ലോ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വളരെ മികച്ച ക്ലാസ് ഇഗ്നിയസ് അക്കാഡമിയിൽ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ കേട്ടറ്റ്, സീറ്ററ്റ്, സെറ്റ് പരീക്ഷകൾക്കും ഇഗ്നിയസ് അക്കാഡമി ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. മെമ്മറീസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ കോൺഷ്യസ്നെസ്സിൽ ഉള്ള മെമ്മറി ഏതാണ്? ഇത് മെമ്മറി ആൻഡ് ഫൊർഗെറ്റിംഗ് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന മെമ്മറിയെ എന്തെന്ന് വിളിക്കും? അതിനെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. എക്സ്പ്ലിസിറ്റ്, അതായത് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന മെമ്മറി. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ടൈപ്പാണ് കോൺഷ്യസ് മെമ്മറി എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പാണ് ഇംപ്ലിസിറ്റ്. അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഇംപ്ലിസിറ്റ് ടൈപ്പാണ്. ഉദാഹരണത്തിന് പ്രൊസീജിയറൽ മെമ്മറി ഇംപ്ലിസിറ്റ് ടൈപ്പാണ്. പ്രൊസീജിയറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ പ്രോസസ്സുകൾ അല്ലെങ്കിൽ സ്കില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട മെമ്മറിയാണ്. സ്കില്ല് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറിയാണ് പ്രൊസീജിയറൽ മെമ്മറി. അപ്പോൾ അത് നിങ്ങളെ എന്തിനു സഹായിക്കുന്നു? അത് സ്കില്ലുകൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പും എക്സ്പ്ലിസിറ്റും ശരിക്കും ലോങ് ടേം മെമ്മറിയാണ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് ലോങ് ടേം മെമ്മറി എന്ന് നമുക്ക് പറയാം. ലോങ് ടേം മെമ്മറിയാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. ഓക്കെ, അപ്പോൾ മെമ്മറി ആൻഡ് ഫൊർഗെറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ആ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ചോദ്യം, ഇംപ്ലിസിറ്റ് വാല്യൂസ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ പുറത്ത് പറയാത്തത് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് അല്ലാത്തത്, പ്രകടമല്ലാത്ത വാല്യൂസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഹിഡൻ കരിക്കുലത്തിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ടേമാണ് ഹിഡൻ കരിക്കുലം. അതായത് പുസ്തകത്തിനകത്ത് വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊക്കെ പറയും. പുസ്തകത്തിൽ റിട്ടൺ ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അധ്യാപകൻ വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്നു. അതിനെയാണ് ഹിഡൻ കരിക്കുലം എന്ന് പറയുന്നത്. ഹിഡൻ കരിക്കുലം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കരിക്കുലം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അൺറിട്ടൺ കരിക്കുലം. സിലബസിനകത്ത് അല്ലെങ്കിൽ കരിക്കുലത്തിനകത്ത് എഴുതി വച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കുട്ടിയിൽ എത്തിച്ചേരുന്നതിനെയാണ് ഹിഡൻ കരിക്കുലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കരിക്കുലം അല്ലെങ്കിൽ അൺറിട്ടൺ കരിക്കുലം. ഓക്കെ, അപ്പോൾ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ അൺറിട്ടൺ ആയിട്ടുള്ള വാല്യൂസ് കുട്ടിയിൽ എത്തിച്ചേരുന്നതിന് സഹായിക്കുന്ന കരിക്കുലമാണ് ഹിഡൻ കരിക്കുലം എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു ചോദ്യം, നോട്ട് റിലേറ്റഡ് ടു RTE ആക്ട്. RTE ആക്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. RTE ആക്ടുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, അപ്പോയിൻമെന്റ് ഓഫ് അപ്രോപ്രിയേറ്റ്ലി ട്രെയിൻഡ് ടീച്ചേഴ്സ്, പ്രൊഹിബിഷൻ ഓഫ് ഫിസിക്കൽ പനിഷ്മെന്റ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇതിൽ ഏതാണ് വരാത്തത്? നമുക്കറിയാം RTE ആക്ടിന്റെ വയസ്സ് നിങ്ങൾക്കറിയാം 6 മുതൽ 14 വയസ്സ് വരെയാണ്. അതായത് പ്രൈമറി എഡ്യൂക്കേഷനാണ് ഫ്രീ ആൻഡ് കമ്പൽസറി ആക്കുന്നത്. ഹയർ എഡ്യൂക്കേഷനിൽ എന്ത് നൽകുന്നില്ല, സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നില്ല. ഇതൊരു ഹയർ എഡ്യൂക്കേഷനിൽ നിയമമല്ല. RTE ആക്ട് പ്രൈമറി എഡ്യൂക്കേഷനാണ്. 6 മുതൽ 14 വയസ്സ് വരെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് തെറ്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് തെറ്റ്, നോട്ട് റിലേറ്റഡ്. RTE ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഒരു ഇവാലുവേഷൻ രീതിയാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ ട്രെയിൻഡ് ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിസിക്കൽ പനിഷ്മെന്റ് ഇന്ന് നിർത്തലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു 6 years. 6 മുതൽ 14 വയസ്സിലുള്ളവർക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകുന്നു. RTE ആക്ട് വന്ന വർഷം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2009 പാർലമെന്റ് പാസ്സാക്കിയത്. 2010 ഏപ്രിൽ 1 തീയതിയാണ് ഇത് നിലവിൽ വരുന്നത്. 2010 ഏപ്രിൽ 1 RTE ആക്ട് നിലവിൽ വന്നത്. കൂട്ടുകാർ ഓർത്തു വെച്ചിരിക്കുക. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സപ്പോർട്ട്സ് RTE ആക്ട്? അടുത്ത് വീണ്ടും RTE ആക്ടിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 2009 നിയമം വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 21A ആണ്. റിപ്പീറ്റഡ് ചോദ്യമാണ്. അപ്പോൾ RTE ആക്ട് പഠിക്കാതെ നമ്മുടെ MCQ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകരുത്. RTE ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ RTE ആക്ട് അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 21A ആണ്. 21A. അടുത്ത് സോഷ്യോളജി എന്ന ഭാഗത്ത്, എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്ന ഭാഗത്ത് ഒരു ചോദ്യമാണ്. സോഷ്യൽ മൊബിലിറ്റി, അത് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള
ഓരോ ഏരിയയും തിരിച്ചുള്ള സെഷൻസ് ആണ് നിങ്ങൾക്ക് ഇഗ്നിയസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ഏരിയയും സോഷ്യോളജി, സൈക്കോളജി, മെഷർമെൻറ്റ്, ഇവാലുവേഷൻ, അങ്ങനെ ഓരോ ഏരിയയും തിരിച്ച് അതിലെ ചോദ്യങ്ങൾ അതുപോലെ തന്നെ അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ MCQ പരീക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കും എന്നതിൽ സംശയമില്ല. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ സ്ട്രാറ്റയിൽ അല്ലെങ്കിൽ സോഷ്യൽ ഹൈറാർക്കിയിൽ നിന്ന് നിങ്ങൾ മുകളിലോട്ടോ താഴോട്ടൊക്കെ പോകുന്നതിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി സെയിം ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയിലാണ് എങ്കിൽ, അതായത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലെവലിലാണ്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലെവൽ, അതായത് സെയിം ലെവലിലാണ്, സെയിം സോഷ്യൽ ലെവലിലാണ് അയാളുടെ മാറ്റം വരുന്നതെങ്കിൽ അതിനെയാണ് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. സാമൂഹ്യ ശ്രേണിയിൽ ഒരേ തലത്തിൽ, ഇതാണ് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഒരേ തലത്തിൽ തന്നെ, ഒരേ സെയിം ലെവലിൽ തന്നെയാണ്, സെയിം സ്റ്റാറ്റസ് ലെവലിൽ തന്നെയാണ് മാറ്റമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി. ഓക്കെ, അപ്പോൾ അതെന്താണ്? എലമെന്ററി സ്കൂൾ ടീച്ചർ മറ്റൊരു എലമെന്ററി സ്കൂൾ ടീച്ചറായിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ അവരുടെ സാമൂഹ്യ പദവിയിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റം വരുന്നുണ്ട്. അവരുടെ സെയിം ലെവൽ എന്ന് പറയുന്നതിന് മാറ്റം വരുന്നില്ല. അതായത് ഇവിടെ എലമെന്ററി സ്കൂൾ ടീച്ചർ ആയിരുന്നു, എലമെന്ററി സ്കൂൾ ടീച്ചറാണ്, അവർ വീണ്ടും എലമെന്ററി സ്കൂൾ ടീച്ചർ തന്നെ ആകുന്നു എന്ന് പറയുമ്പോൾ സെയിം ലെവലാണ്, സെയിം സോഷ്യൽ പ്രസ്റ്റീജ് ഒക്കെയാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു കോളേജ് ലെക്ചറർ മറ്റൊരു കോളേജിൽ ലെക്ചറായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഒരു LD ക്ലർക്ക് മറ്റൊരു സ്ഥലത്ത് LD ക്ലർക്കായിട്ട് മാറുന്നു. അതെല്ലാം എന്താണ്? ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റിക്ക് ഉദാഹരണമാണ്. എന്നാൽ ഒരു LD ക്ലർക്ക് ഒരു UD ക്ലർക്കായിട്ട് മാറുന്നു. എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഹൊറിസോണ്ടൽ അല്ല, സെയിം ലെവൽ അല്ല, അതിന് വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയും. അപ്പോൾ വെർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ സോഷ്യോളജിയിലെ ഒരു കൺസെപ്റ്റാണ്. ഇങ്ങനെയുള്ള ഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നേരിടാൻ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. അടുത്തൊരു ചോദ്യം, ട്രാൻസ്മിഷൻ ഓഫ് കസ്റ്റംസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. കസ്റ്റംസ് അല്ലെങ്കിൽ എന്താണ്? കൾച്ചറൽ എലമെന്റ്സ് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്നത് ട്രഡീഷൻ എന്നാണ്, പാരമ്പര്യം. ഓക്കെ, ഇതും സോഷ്യോളജി എന്ന ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റംസ് നമ്മൾ ഷെയർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ട്രഡീഷൻ എന്നാണ്, പാരമ്പര്യം, ട്രഡീഷൻ. അടുത്തൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഒബ്സ്റ്റക്കിൾ ടു നാഷണൽ ഇൻ്റഗ്രേഷൻ. നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ദേശീയോദ്ഗ്രഥനമാണ്, എല്ലാവരെയും യൂണിഫൈ ചെയ്യുന്ന ഒരു ബോധമാണ്, യൂണിഫൈങ് ഇമോഷനെയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിലത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ഇന്ത്യയുടെ ആശയം. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഘടകത്തെയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ സോഷ്യോളജിയിലെ ഒരു കൺസെപ്റ്റാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ തടസ്സം എന്താണ്? തടസ്സമായിട്ട് വരുന്നത് എന്താണ്? സെക്യുലറിസം ഒരിക്കലും തടസ്സമല്ല, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് തടസ്സമല്ല, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ തടസ്സമൊന്നുമല്ല. IGST, CGST, SGST അതൊക്കെ കൾച്ചറൽ എന്താണ്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതൊന്നും ഒരു തടസ്സമല്ല. പക്ഷേ പ്രൊവിൻഷ്യലിസം, പ്രാദേശികവാദം, ഒരു പ്രദേശത്തിനോട് പ്രത്യേക താല്പര്യം വരുന്നതിനെയാണ് പ്രൊവിൻഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാദേശികവാദം, ഉറപ്പായിട്ടും പ്രാദേശികവാദം, അതുപോലെ തന്നെ ലിംഗ്വിസം, ഭാഷാവാദം, റീജണലിസം, കമ്മ്യൂണലിസം, അതുപോലെ തന്നെ സെപ്പറേറ്റിസം, ഇങ്ങനെയുള്ള ഇസങ്ങളെല്ലാം എന്തിന് ഒബ്സ്റ്റക്കിൾസ് ടു നാഷണൽ ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഒബ്സ്റ്റക്കിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലിംഗ്വിസം, റീജണലിസം, കമ്മ്യൂണലിസം, സെപ്പറേറ്റിസം, ഇതെല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, നമ്മുടെ ദേശീയ ഐക്യത്തിനെയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ദേശീയ ഐക്യം, നാഷണൽ യൂണിറ്റി. അപ്പോൾ നാഷണൽ യൂണിറ്റിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഈ പറയുന്ന ലിംഗ്വിസം, സെപ്പറേറ്റിസം, കാസ്റ്റിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടുകാർ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. പ്രൊവിൻഷ്യലിസം ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു ഒബ്സ്റ്റക്കിളാണ്, ബാരിയർ ആണ്. അടുത്ത നല്ലൊരു ചോദ്യമാണ്. തോണ്ടേക്കിൻ്റെ പരീക്ഷണം നമുക്കറിയാം. തോണ്ടേക്കിൻ്റെ പരീക്ഷണത്തിൻ്റെ പേരാണ് ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ്. അപ്പോൾ ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എക്സ്പെരിമെൻറ്റിൽ സ്റ്റിമുലസ് എന്താണ്? ചോദകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലിവറാണ്. അതും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കണ്ടീഷനിങ് എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ് തോണ്ടേക്കിൻ്റെ എക്സ്പെരിമെൻറ്റ്. തോണ്ടേക്കിൻ്റെ തിയറിയാണ് ബോണ്ട് തിയറി അല്ലെങ്കിൽ കണക്ഷനിസം. ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ്. ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എന്ന എക്സ്പെരിമെൻറ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തോണ്ടേക്കിനെ നിങ്ങൾക്കറിയാം ട്രയൽ ആൻഡ് എറർ തിയറി, അതുപോലെ തന്നെ പ്രൈമറി ലേണിംഗ് ലോസ് ഒക്കെ കൊണ്ടുവന്നത് തോണ്ടേക്ക് ആണ്.
അപ്പോൾ തോണ്ടേക്കിന്റെ പരീക്ഷണത്തിൽ ലിവർ ഒരു സ്റ്റിമുലസ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ലിവർ അമർത്തിക്കൊണ്ട് പൂച്ച എന്ത് ചെയ്യുന്നു? പൂച്ച ഫിഷ് എടുക്കുന്നു. അതാണ് ഈ പരീക്ഷണം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ പെയ്ഡ് സെഷനിൽ ഉണ്ടായിരിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ബിഹേവിയറിസം? വീണ്ടും ബിഹേവിയറിസം എന്ന് പറയുന്നത് സ്കൂൾസ് ഓഫ് സൈക്കോളജി കൃത്യമായിട്ട് പഠിക്കുക. സ്കൂൾസ് ഓഫ് സൈക്കോളജി, അതുപോലെ തന്നെ ലേണിംഗ് തിയറി. ഇപ്പോൾ ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലിക്കബിൾ അല്ലാത്തത് ഏതാണ്? ബിഹേവിയർ ഈസ് ഒബ്സർവബിൾ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ് ബിഹേവിയറിസം. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ബിഹേവിയർ ഈസ് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും. റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് BF സ്കിന്നറിന്റെ തിയറിയൊക്കെ റീഇൻഫോഴ്സ്മെന്റിനാണ് പ്രാധാന്യം, അല്ലേ? ഒബ്സർവബിൾ, മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചാണ് ബിഹേവിയറിസം പഠിക്കുന്നത്. അതും ശരിയാണ്. ബിഹേവിയർ ക്യാൻ ബി എക്സ്റ്റിങ്ക്വിഷ്ഡ്, ബിഹേവിയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. എന്നാൽ ബിഹേവിയർ ഈസ് നോട്ട് മോഡിഫയബിൾ അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ട്രെയിനിങ്ങിനാണ് പ്രാധാന്യം. ട്രെയിനിങ് ഓർ കണ്ടീഷനിങ്. ഓക്കെ, കണ്ടീഷനിങ്ങിന് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തിയറിയാണ് ഈ പറയുന്ന ബിഹേവിയറിസ്റ്റ് തിയറി. അപ്പോൾ ഈ പറയുന്നത് തെറ്റാണ്. ഓക്കെ, മോഡിഫയബിൾ അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്കറിയാം ലേണിംഗ് ഈസ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണ് ലേണിംഗ്. പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണ് ലേണിംഗ് എന്ന് പറഞ്ഞത് BF സ്കിന്നർ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ബിഹേവിയർ മോഡിഫിക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്. SR കണക്ഷന് പ്രാധാന്യമുള്ള ഒരു തിയറിയാണ് ബിഹേവിയറിസ്റ്റ് തിയറി. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് അല്ലെങ്കിൽ പനിഷ്മെന്റ്. റിവാർഡ് പനിഷ്മെന്റ് ഇതിനെല്ലാം ഈ പറയുന്ന ബിഹേവിയറിസ്റ്റ് തിയറിക്കകത്ത് പ്രാധാന്യമുണ്ട് എന്ന് കൂടി കൂട്ടുകാർ ഓർത്തു വെച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് NRT അല്ലെങ്കിൽ CRT എന്താണ് എന്നതാണ് ചോദ്യം. NRT CRT ടൈപ്പ് ഗ്രേഡിങ്ങിനകത്തുള്ള 2 ടൈപ്പാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഗ്രേഡിംഗ് ദ സ്റ്റുഡൻസ് ആർ കമ്പയർഡ് ടു ഈച്ച് അതർ. വ്യക്തികളെ പരസ്പരം കമ്പയർ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ഇൻഡിവിജ്വൽ ടെസ്റ്റ് സ്കോറിനെ, ഇൻഡിവിജ്വലിനെ ഗ്രൂപ്പിന്റെ മറ്റുള്ളവരുടെ സ്കോറുമായിട്ട്, അതർ സ്കോറുമായിട്ട് താരതമ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണത്? അത് നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആണ്. അല്ലെങ്കിൽ NRT എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയും. ഇപ്പോൾ റിലേറ്റീവ് ഗ്രേഡിംഗിന് ഉദാഹരണമാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് എല്ലാം. കോമ്പറ്റീറ്റീവ് എക്സാംസ് എല്ലാം എന്ത് തന്നെയാണ്? കോമ്പറ്റീറ്റീവ് എക്സാംസ് എല്ലാം നോം റെഫറൻസ്ഡ് ആണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻഡിവിജ്വലിന്റെ ടെസ്റ്റ് സ്കോറിനെ ഗ്രൂപ്പിന്റെ ടെസ്റ്റ് സ്കോറുമായിട്ട് പരസ്പരം കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റിലേറ്റീവ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ നോം റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന ഭാഗത്ത് നിന്നാണ്. ഇത് പേഴ്സണാലിറ്റി എന്ന ഭാഗത്തെ ചോദ്യമാണ്. പേഴ്സണാലിറ്റിയിൽ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന ഭാഗത്തെ ഒരു ചോദ്യമാണ്. പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? നമ്മുടെ അൺകോൺഷ്യസ് ലെവലിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹിഡൻ ഇമോഷൻസ് ഓർ യുവർ അൺകോൺഷ്യസിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൊജക്റ്റിംഗ് യുവർ അൺകോൺഷ്യസ് ലെവൽ. അൺകോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങൾ, നിങ്ങളുടെ വേദനകൾ, വിഷമങ്ങൾ, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇമോഷൻസ് പ്രൊജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റോർഷാ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആണ് ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അതിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പേഴ്സണാലിറ്റി ഒരു വലിയ ഏരിയ ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അൺകോൺഷ്യസ് ഇമോഷൻസിനെ റിവീൽ ചെയ്യാൻ സഹായിക്കുന്നു. അതിനകത്ത് ഒരുപാട് ടെസ്റ്റുകളുണ്ട്, അത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ടെക്നിക് ഓഫ് ഇവാലുവേഷൻ? ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. ഇതിൽ ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ടെക്നിക് ഓഫ് ഇവാലുവേഷൻ ടെസ്റ്റിംഗ് ആണ്. അടുത്തൊരു ചോദ്യം, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ സ്കെയിൽ. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവെൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഇതാണ് പ്രധാനപ്പെട്ട 4 സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിസ്ക്രീറ്റ് കാറ്റഗറീസ് കുറിച്ചാണ് ചോദ്യം. സ്കെയിൽ ഓഫ് മെഷർമെന്റ് യൂസ്ഡ് ടു അസൈൻ ഇവന്റ്സ് ഓർ ഒബ്ജക്ട്സ് ഇൻ ടു ഡിസ്ക്രീറ്റ് കാറ്റഗറീസിലോട്ട് ഒബ്സർവ് ചെയ്യാൻ സഹായിക്കുന്നത് ഏത് സ്കെയിൽ ഓഫ് മെഷർമെന്റ് ആണ്? നോമിനൽ സ്കെയിൽ ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, വാട്ട് ഡു വി കോൾ അൺലോഫുൾ നിയമപരമല്ലാതെ വയലൻസ് ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ എന്ത് വിളിക്കും? അൺലോഫുൾ യൂസ് ഓഫ് വയലൻസ് ആൻഡ് ഇന്റിമിഡേഷൻ ഇൻ പർസ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ എയിം. രാഷ്ട്രീയപരമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് നിയമപരമല്ലാതെ എന്ത് ഉപയോഗിക്കുകയാണ്? വയലൻസ് ഉപയോഗിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ടെററിസം അല്ലെങ്കിൽ ഭീകരവാദം. ഇത് ഫിലോസഫി എന്ന ഭാഗത്തുള്ളതാണ്. ടെററിസം പോലെയുള്ള അല്ലെങ്കിൽ കറപ്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് പഠിക്കാനുള്ളതാണ്.
ഓക്കെ, ടെററിസം, കറപ്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അൺലോഫുൾ യൂസ് ഓഫ് വയലൻസ് ഫോർ പൊളിറ്റിക്കൽ എയിംസ്. മറ്റൊരു ചോദ്യം, ടെക്നിക് യൂസ്ഡ് ടു സ്റ്റഡി ഇന്റർപേഴ്സൺ റിലേഷൻ ഓർ ഗ്രൂപ്പ് എനർജി. പരസ്പര ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കറിയാം, അത് സോഷ്യോമെട്രിക് ടെക്നിക്കാണ്. സോഷ്യോമെട്രിക് ടെക്നിക്ക് ഗ്രൂപ്പ് റിലേഷൻസ് ഓർ എനർജി, ഗ്രൂപ്പ് എനർജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യോമെട്രിക് ടെക്നിക്ക് കൊണ്ടുവന്നത് ആരാണ്? ജെ എൽ മൊറീനോ, അതുപോലെ തന്നെ ഹെലൻ ഹോൾ ജെന്നിങ്സ് ആണ്. അതുപോലെ തന്നെ ജെ എൽ മൊറീനോ, ഇവരാണ് കൊണ്ടുവന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. സോഷ്യോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടബുലാർ റെപ്രസെൻറ്റേഷൻ ആണ്. സോഷ്യോമെട്രിക് ഡേറ്റയെ നമ്മൾ ടാബുലാർ ഫോമിലോട്ട് മാറ്റുന്നു. അത് നമ്മൾ പഠിച്ചതാണ്, പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോകളിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി സോഷ്യോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. സോഷ്യോമെട്രിക് ടെക്നിക്കിന്റെ ടാബുലർ റെപ്രസെൻറ്റേഷൻ ആണ് സോഷ്യോമെട്രിക്സ്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം, the objective of national environmental policy to ensure equitable access to environmental resources and quality for all sections of society. ഒരു ഗിവൺ സൊസൈറ്റി എടുത്തിട്ട് അവിടെയുള്ള എല്ലാവർക്കും എൻവയോൺമെന്റൽ റിസോഴ്സസ് ഒരുപോലെ കിട്ടണം എന്ന് പറയുമ്പോൾ അതിനെ എന്ത് പറയും? ഇൻട്രാ ജനറേഷണൽ, അതായത് വിത്തിൻ ദി ജനറേഷൻ, ഒരു ജനറേഷൻ അകത്ത് മാത്രം, വിത്തിൻ ദി ജനറേഷൻ. ഓക്കെ, 2024 വ്യക്തികൾ എല്ലാവരും കൂടെ വിചാരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ എന്ത് ചെയ്യണം? റിസോഴ്സസ് അവൈലബിൾ ആകണം എന്ന് ചിന്തിച്ചാൽ അത് ഇൻട്രാ ജനറേഷനിലാണ്. എന്നാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇന്റർ ജനറേഷണൽ ആണ്. കാരണം അത് ഫ്യൂച്ചറിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ എന്താണ്? ഒരു ഗിവൺ സൊസൈറ്റിക്ക് അകത്ത് നമ്മൾ എൻവയോൺമെന്റൽ റിസോഴ്സസ് ഇക്വിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു സൊസൈറ്റിയിൽ, ഒരു ജനറേഷനിൽ കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ അത് ഇൻട്രാ ജനറേഷനിലാണ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദി എന്നാണ് അർത്ഥം. അടുത്തൊരു ചോദ്യം, വാട്ട് ഷുഡ് നോട്ട് ബി ഡൺ ഇഫ് എ പേഴ്സൺ ഫെയിൻസ്. അപ്പോൾ ഫെയിൻറ്റിങ് അല്ലെങ്കിൽ എന്താണ്? ഫെയിൻറ്റിങ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്താണ് എന്നതാണ് ഒരു ചോദ്യം. ഫസ്റ്റ് എയ്ഡ് എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? ഷെയ്ക്ക് ദ പേഴ്സൺ, വ്യക്തി എന്ത് ചെയ്യാം? ഷെയ്ക്ക് ചെയ്യുന്നത് പാടില്ല. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പൊസിഷൻ ദ പേഴ്സൺ ഓൺ ഹിസ് ഓർ ഹെർ ബാക്ക്. അതുപോലെ തന്നെ ക്ലോത്തിങ് ഒക്കെ ലൂസ് ചെയ്ത് കൊടുക്കണം. ഇഫ് നോട്ട് ഇൻജോർഡ് റേസ് ഹിസ് ഓർ ഹെർ ഫീറ്റ് അബോവ് ഹാർട്ട് ലെവൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ചെയ്യാൻ പാടില്ലാത്തത് എന്ത് ചെയ്യുക? വ്യക്തിയെ ഒരുപാട് കുലുക്കുക എന്നതാണ്. അടുത്തൊരു ചോദ്യം, എ സഡൻ ആൻഡ് ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ ഓഫ് അവർ മസിൽ കോൺട്രാക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? ഇത് ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ നമ്മൾ പഠിച്ചതാണ്. മസിൽ കോൺട്രാക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? അത് ക്രാമ്പ്. ഇനി മസിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? മസിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്ട്രെയിൻ. ഇനി സ്പ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെയിൻ എന്ന് പറയുന്നത് ലിഗമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലിഗമെന്റ്. ഓക്കെ, തെറ്റിപ്പോരുത്. അപ്പോൾ ക്രാമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് മസിലാണ് ക്രാമ്പ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് മസിൽസിന് ഉണ്ടാകുന്ന പ്രശ്നമാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത് ലിഗമെന്റിന് ഉണ്ടാകുന്നതാണ്. അടുത്തൊരു ചോദ്യം, ഇതിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് ഏതാണ്? എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്താണ്? വിർച്വൽ ലേണിംഗ്, ഡിജിറ്റൽ ലേണിംഗ്, ഇ ലേണിംഗ്. ഇതെല്ലാം എന്താണ്? ഡിജിറ്റൽ ലെവലിൽ മാത്രമുള്ളതാണ്. എന്നാൽ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫേസ് ടു ഫേസ് ലേണിംഗും ഉണ്ട്, ഡിജിറ്റൽ ലേണിംഗും ഉണ്ട്. ഓക്കെ, അതിനെയാണ് ബ്ലെൻഡഡ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ലേണിംഗ് ആൻഡ് ഫേസ് ടു ഫേസ് ലേണിംഗ്. അപ്പോൾ ഫേസ് ടു ഫേസ് ലേണിംഗും ഡിജിറ്റൽ ലേണിംഗിന്റെയും ബ്ലെൻഡിങ്ങിനെയാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്? ഗ്രഹാം. ഓക്കെ, ബ്ലെൻഡഡ് ലേണിംഗ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഹൈബ്രിഡ് ലേണിംഗ് എന്നും പറയും. ഹൈബ്രിഡ് ലേണിംഗ്. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് തരത്തിലുള്ള ലേണിംഗ് ഉണ്ട്. ഓൺലൈൻ ലേണിംഗും ഓഫ്ലൈൻ ലേണിംഗും. ഓഫ്ലൈൻ ലേണിംഗ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ലേണിംഗ് ആൻഡ് ഡിജിറ്റൽ ലേണിംഗ്, അതിനെയാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നടക്കുന്നത്. വിർച്വൽ ലേണിംഗ്, ഡിജിറ്റൽ ലേണിംഗ്, ഇ ലേണിംഗ് ഇല്ല. എന്നാൽ ബ്ലെൻഡഡ് ലേണിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ റിയൽ ടൈമിലും ഉണ്ട് ക്ലാസ്. അപ്പോൾ അതിനെയാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഗ്രഹാമാണത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് കൂടി കൂട്ടുകാർ ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, ദ സ്റ്റോറിംഗ് ആൻഡ് ആക്സസിങ് ഓഫ് ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് ഓൺ ദ ഇന്റർനെറ്റ്. അപ്പോൾ ഇന്റർനെറ്റിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്താണ്? റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ഓക്കെ, മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ആക്ഷൻ റിസർച്ച് റിപ്പീറ്റഡ് ചോദ്യമാണ്, ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത്. ഒരുപാട് തവണ ചോദ്യങ്ങൾക്ക് ചോദിച്ചതാണ്. ആരാണ് ആക്ഷൻ റിസർച്ച് കോയിൻ ചെയ്തത് നിങ്ങൾക്കറിയാം. ആക്ഷൻ റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന കട്ട്ലെവിനാണ്. കട്ട്ലെവിന്റെ ആക്ഷൻ റിസർച്ച് ആൻഡ് മൈനോറിറ്റി പ്രോബ്ലം എന്ന് പറയുന്ന തീസിസിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്.
കോയിൻ ചെയ്യുന്നത്. എന്നാൽ പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? പോപ്പുലറൈസ് ചെയ്തത് സ്റ്റീഫൻ എം കോറി ആണ്. സ്റ്റീഫൻ എം കോറി ആണ് ഇത് പോപ്പുലറൈസ് ചെയ്യുന്നത്. കോയിൻ ചെയ്തത് ആക്ഷൻ റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന, സോഷ്യൽ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന കട്ട് ലെവിൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അലൻ കൊണ്ടുവന്നത് മൈക്രോ ടീച്ചിങ് ആണ്, റൈറ്റ്, W. അലൻ. എഡ്ഗാർ ഡെയിൽ മോഡേൺ മീഡിയ എഡ്യൂക്കേഷന്റെ ഫാദർ ആണ്. കോൺ ഓഫ് എക്സ്പീരിയൻസ് കൊണ്ടുവന്നത് എഡ്ഗാർ ഡെയിൽ ആണ്. ഇനി ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ് കൊണ്ടുവന്ന വ്യക്തിയാണ് നോർമൻ എ ക്രൗഡർ. അപ്പോൾ എല്ലാം നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക, എല്ലാ വീഡിയോസും ആവർത്തിച്ച് കാണുക, ആവർത്തിച്ച് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റൊരു ചോദ്യം, വാട്ട് ഡു വി കോൾ ഇറ്റ് വെൻ സം എലമെന്റ്സ് ഓഫ് കൾച്ചർ ഓഫ് എ ഏരിയ സ്പ്രെഡ് ടു അക്സെപ്റ്റഡ് ബൈ അനദർ ഏരിയ? അപ്പോൾ സ്പ്രെഡിങ് ഓഫ് കൾച്ചറൽ എലമെന്റ്സ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ നിന്നും മറ്റൊരു സൊസൈറ്റിയിലോട്ട് കൾച്ചറൽ എലമെന്റ്സ് സ്പ്രെഡ് ചെയ്യുന്നു. കൾച്ചറൽ എലമെന്റ്സ് സ്പ്രെഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ. സ്പ്രെഡിങ് ഓഫ് കൾച്ചറൽ എലമെന്റ്സ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലോട്ട് സാംസ്കാരിക ഘടകങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ. ഇനി അടുത്ത സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് നാച്ചുറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്താണ്? സെൽഫ് എക്സ്പ്രഷൻ ഓഫ് ദ ലേണർ, അല്ലെങ്കിൽ ലേണർ സെൻട്രിക് ആണ്. നേച്ചർ ഓഫ് ദ ലേണർ, ലേണറിന്റെ നേച്ചർ ഓഫ് ദി ലേണറിന്റെ നേച്ചറിനാണ് എന്ത് പ്രാധാന്യം നൽകുന്നത്? ഈ പറയുന്ന നാച്ചുറലിസം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെൽഫ് റിയലൈസേഷനെ കുറിച്ച് പറയുന്നത് ഐഡിയലിസം ആണ്. സെൽഫ് റിയലൈസേഷനെ കുറിച്ച് പറയുന്നത് ഐഡിയലിസം ആണ്. ഓക്കെ, അപ്പോൾ നാച്ചുറലിസം, സെൽഫ് എക്സ്പ്രഷൻ ഓഫ് ദ ചൈൽഡ്, സെൽഫ് എക്സ്പ്രഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തൊരു ചോദ്യം, വാട്ട് ഡു വി കോൾ ദ അപ്രോച്ച് ദാറ്റ് ഇവാലുവേറ്റ്സ് തിയറീസ് ഇൻ ടേംസ് ഓഫ് ദ സക്സസ് ഓഫ് ദെയർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ പ്രാഗ്മ അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ്, പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്നത് പ്രാഗ്മാറ്റിസം ആണ്. വാല്യൂ ഈസ് റിലേറ്റഡ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂസിനെ എന്ത് പറയും? അപ്പോൾ നമുക്കറിയാം ആക്സിയോളജി എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഫിലോസഫിയിലെ തന്നെ ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഫിലോസഫി എന്ന് പറയുന്ന വാല്യൂസിനെ കുറിച്ച് പറയുന്നതാണ്. വാല്യൂസ് രണ്ട് തരത്തിലുള്ള വാല്യൂസ് ഉണ്ട്, എത്തിക്സും എസ്തെറ്റിക്സും. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻഡ് റോങ്, മൊറാലിറ്റിയെ കുറിച്ച് പറയുന്നത്. എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? എസ്തെറ്റിക് വാല്യൂ ആണ്. ബ്യൂട്ടിയെ കുറിച്ച് പറയുന്നത് എസ്തെറ്റിക് വാല്യൂ ആണ്. ഓക്കെ, എസ്തെറ്റിക് വാല്യൂ. അടുത്തൊരു ചോദ്യം, ഹൂ ഡെവലപ്ഡ് ദ തിയറി ഓഫ് ട്രാൻസാക്ഷണൽ അനാലിസിസ്? പേഴ്സണാലിറ്റിയിലെ ഒരു തിയറിയാണ്, കമ്മ്യൂണിക്കേഷനിലെ ഒരു തിയറിയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് തിയറി. അത് കൊണ്ടുവന്നത് എറിക് ബേൺ ആണ്. എറിക് ബേണിൻ്റെതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. മറ്റൊരു ചോദ്യം, നോട്ട് എ ക്രൈറ്റീരിയൻ ഓഫ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവരുന്നത് നമുക്കറിയാം 1986 NPE ആണ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, രാജീവ് ഗാന്ധി ഗവൺമെന്റ്. ഓക്കെ, അത് മെയ് മാസത്തിലാണ് പാർലമെന്റ് പാസ്സാക്കിയെന്നൊക്കെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1986 മെയ് മാസം മറന്നു വരുന്നത്, വിത്ത് ഡേറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ ക്രൈറ്റീരിയൻ അല്ലാത്തത് എന്താണ്? നോട്ട് എ ക്രൈറ്റീരിയൻ ഓഫ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ക്രൈറ്റീരിയൻ അല്ലാത്തത് എന്താണ് അല്ലാത്തത്? സ്മാർട്ട് ക്ലാസ് റൂം ആണ്. സ്മാർട്ട് ക്ലാസ് റൂമിനെ കുറിച്ചല്ല ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പറയുന്നത്. പ്രൈമറി ലെവലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ക്ലാസ് മുറികൾ വേണം, ലേണിംഗ് എയ്ഡ്സ് വേണം, ടീച്ചേഴ്സ് വേണം എന്നതൊക്കെ എന്താണ് ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ എയിംസ് ആണ്. ഓക്കെ, എന്നാൽ സ്മാർട്ട് ക്ലാസ് റൂമിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഹു ഹെഡഡ് ദ റിവ്യൂ ഓഫ് 1990 ഫോർ ഇവാലുവേറ്റിംഗ് NPE 1986? 1986 ഒരു റിവ്യൂ കമ്മിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് ഏത് കമ്മിറ്റിയാണ്? ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയാണ്. 1990s ആചാര്യ രാമമൂർത്തി കമ്മിറ്റി. ഇതൊരു റിവ്യൂ കമ്മിറ്റിയാണ്. എന്തിനെയാണ് പുനഃപരിശോധന നടത്തിയത്? 1986 പോളിസീസിന്റെ റിവ്യൂ കമ്മിറ്റിയാണ് ആചാര്യ രാമമൂർത്തി കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2021 MCQന് ജനറൽ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ചോദിച്ച കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒറിജിനൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഉറപ്പായിട്ടും നിങ്ങളെ MCQ പരീക്ഷകൾ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും. താങ്ക് യു.